വിശദമായ റിപ്പോർട്ടിലേക്ക്. മെഡിക്കൽ കോളേജ് കോഴ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ബിജെപി സഹകരണ സെൽ സംസ്ഥാന കൺവീനർ RS വിനോദിനെ ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ബിജെപിക്കെതിരെ ഉയർന്ന കോഴ അഴിമതിയിലെ ആദ്യ പാർട്ടി നടപടിയാണ് ഇത്. വിനോദിനെതിരായ ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. ആരോപണ വിധേയനായതിലൂടെ പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് വിനോദ് കളങ്കമുണ്ടാക്കിയതായി പാർട്ടി വിലയിരുത്തുന്നതായി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം ബിജെപി നേതാവിന്റെ മെഡിക്കൽ കോഴയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബിജെപി സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചുകുലുക്കിയിരിക്കുന്ന മെഡിക്കൽ കോഴ അഴിമതി ആരോപണത്തിലെ ആദ്യ പാർട്ടി നടപടിയാണ് RS വിനോദിന്റെ പുറത്താക്കലിലൂടെ ഉണ്ടായിരിക്കുന്നത്. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ബിജെപി സഹകരണ സെൽ സംസ്ഥാന കൺവീനർ RS വിനോദിനെ ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായാണ് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അറിയിച്ചത്. വിനോദിനെതിരായ ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. ആരോപണ വിധേയനായതിലൂടെ പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് വിനോദ് കളങ്കമുണ്ടാക്കിയതായും പാർട്ടി വിലയിരുത്തുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുള്ള വിനോദിന്റെ പ്രവൃത്തി മാപ്പർഹിക്കാത്ത അച്ചടക്ക ലംഘനവും ഗുരുതരമായ പാർട്ടി വിരുദ്ധ നടപടിയുമാണെന്നും കുമ്മനം ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തെപ്പറ്റി കേന്ദ്ര നേതൃത്വം അന്വേഷിക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. അതേസമയം പാർട്ടി നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും RS വിനോദ് പ്രതികരിച്ചു. എനിക്കെതിരെ മാത്രമല്ല, അത് പാർട്ടിക്ക് ആകമാനം പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചനയിൽ ചില പാർട്ടി നേതാക്കന്മാർ പങ്കാളികളായി എന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പോൾ ആ കണ്ടെത്തലുകൾ വന്നിട്ടുണ്ടല്ലോ, അതിന് ഇനി പരിശോധനകൾ നടക്കട്ടെ. നേതാക്കന്മാര് എല്ലാം കഴിവുള്ള നേതാക്കളുള്ള പാർട്ടിയാണ്, ഒത്തിരി കഴിവുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണ്, പരിശോധിക്കട്ടെ. എന്നാൽ RS വിനോദിനെതിരെ മാത്രം നടപടി സ്വീകരിച്ച വിഷയം ലഘൂകരിക്കാനും ആരോപണ വിധേയനായ MT രമേശിനെ വെള്ളപൂശാനുമാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബിജെപി നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർ ഉത്തരവിട്ടു. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലർ സുക്കാർണോവിന്റെ പരാതി പ്രകാരമാണ് അന്വേഷണം. വിവരങ്ങൾ സുനിൽ അരുമാനൂർ നൽകും. സുനിൽ, ഈ കോഴ വിജിലൻസ് അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുകയാണോ കാര്യങ്ങൾ? മെഡിക്കൽ കോഴ വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടിരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലറായ സുക്കാർണോയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. ഈ കോഴയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പ്രത്യേക ടീം രൂപീകരിച്ചായിരിക്കും അന്വേഷണം നടത്തുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഉത്തരവ് പുറത്തു വന്ന അടിസ്ഥാനത്തിൽ തന്നെ ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്താകാനിരിക്കുന്നതാണ്. കാരണം ഇത്തരത്തിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചതുകൊണ്ട് തന്നെ പല ആളുകളും പൊതു താൽപര്യ ഹർജിയുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വരാനും സാധ്യതയുണ്ട്. സുനിൽ അരുമാനൂർ, തിരുവനന്തപുരത്ത് നിന്ന്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് വി മുരളീധരനും സംസ്ഥാന അധ്യക്ഷൻ മാത്രം കൈമാറിയ റിപ്പോർട്ട് ചോർന്നത് എങ്ങനെ എന്ന് അറിയില്ല എന്നും അന്വേഷണ കമ്മിറ്റി അംഗം AK നസീറും പറഞ്ഞു. വസ്തുതകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുറത്തു വരുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്. ഏതന്വേഷണം എവിടെ വേണമെങ്കിലും നടക്കട്ടെ, എനിക്ക് യാതൊരു വിരോധവുമില്ല. ആ ഏതന്വേഷണം, ഈ ഭൂമി മലയാളത്തിലെ ഏതന്വേഷണം ആര് നടത്തിയാലും ഈ സംഭവത്തിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നുള്ള 100% ആത്മവിശ്വാസം എനിക്കുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ബന്ധപ്പെട്ട വേദികളിൽ എവിടെയും ഈ വിഷയം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ നാളെ പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേരുകയാണ്. അവിടെ ആ വിഷയം ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും പേര് ഇവിടെ കുറേ നേരമായിട്ട് വെയിലത്ത് കാത്തു നിൽക്കല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിയിൽ തീർച്ചയായിട്ടും എന്താ ഈ വിഷയം എന്നുള്ളത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പ്രസിഡന്റ് തന്നെ പറയും. കാരായിട്ടുള്ള ആരും ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇത് എങ്ങനെ പുറത്തു വന്നു എന്നതിനെക്കുറിച്ച് വളരെ ശക്തമായ അന്വേഷണം പാർട്ടിയിൽ നിന്നുണ്ടാകും. യഥാർത്ഥത്തിൽ MT രമേശ് ഇതിൽ അഴിമതിയിൽ ബന്ധപ്പെട്ടതായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല. അല്ല, പ്രാദേശിക നേതാക്കൾ പെട്ടെന്ന് അത് വായിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് പ്രാദേശിക നേതാക്കളെ 2 പേര് അതിൽ പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ. ബിജെപി നേതാക്കൾ ഉൾപ്പെട്ട അഴിമതിയിൽ നടന്നത് ഹവാല ഇടപാടെന്ന് കോടിയേരി പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ബിജെപിയിൽ നടക്കുന്നത് കോഴ കിട്ടിയവരും കോഴ കിട്ടാത്തവരും തമ്മിലുള്ള തർക്കമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശനും പ്രതികരിച്ചു. ഇതൊരു അഴിമതിയാണ്. ഹവാല പണമിടപാട് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നതായിട്ടാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇത് പണം വാങ്ങിയിട്ടുള്ള വ്യക്തിയും സമ്മതിച്ചിരിക്കുകയാണ്.
എനിക്ക് പണം കിട്ടിയിട്ടുണ്ട്, അതെൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് എന്ന് ഡൽഹിയിൽ പണം വാങ്ങിയ വ്യക്തി പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ് BJPയുടെ കമ്മിറ്റി തന്നെ ഒരു റിപ്പോർട്ടായി പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇതിനെപ്പറ്റി ഒരു CBI അന്വേഷണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് സംബന്ധിച്ചൊരു കത്ത് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട്. കള്ളം കപ്പലിൽ തന്നെയാണ്. അവർ തമ്മിലുള്ള മത്സരത്തിൽ കടമത്സരത്തിൽ നിന്ന് തന്നെ ചോർച്ചയാണ് ഇതെല്ലാം പുറകെത്തു പോയത്. മാത്രമല്ല, ഇപ്പോൾ കൊടുത്തവരും മേടിച്ചവരും ഇപ്പോൾ കൊടുത്തവരും ഇല്ല മേടിച്ചവരും ഇല്ല എന്ന നിലയിൽ കൊടുത്തവരിപ്പോൾ കൊടുത്തിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ട് ഞാൻ കേട്ടു. ഈ സംഭവം നടന്നു എന്നുള്ളത് നേരെ തന്നെയാണെന്നാണ് പൊതുജനം വിശ്വസിക്കുന്നത്. മെഡിക്കൽ കോളേജിന് കേന്ദ്ര അനുമതി ലഭിക്കാൻ BJP നേതാക്കൾ കോഴ വാങ്ങിയെന്ന് കണ്ടെത്തലിൽ ലോക്സഭ സ്തംഭിച്ചു. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന MP രാജേഷ് MPയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. ഇതോടെ പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞു. അഴിമതിയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. 5,60,00,000 രൂപ കോഴ വാങ്ങി BJP നേതാക്കൾ മെഡിക്കൽ കോളേജിന് അനുമതി വാഗ്ദാനം ചെയ്ത വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് MP രാജേഷ് MP അടിയന്തര പ്രമേയമായി ലോക്സഭയിൽ ഉന്നയിച്ചു. സമാന രീതിയിൽ നിരവധി പേരിൽ നിന്നും നേതാക്കൾ കോഴ വാങ്ങിയിട്ടുണ്ടെന്നും ഇപ്പോൾ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണെന്നും അടിയന്തര പ്രമേയത്തിൽ ഉന്നയിക്കുന്നു. എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസ് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ തള്ളി. ഇതോടെ കേരളത്തിൽ നിന്നുള്ള ഇടത് കോൺഗ്രസ് MPമാർ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. സർക്കാരിന് പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലുള്ള വലിയ ദേശീയ തലത്തിൽ തന്നെ പ്രത്യാഘാതം ഉളവാക്കാൻ പോകുന്ന അഴിമതി ആയതുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് സഭയിൽ മൗനം പാലിച്ചത്. ഹവാല വഴിയാണ് ഈ പണം ഡൽഹിയിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, ഡൽഹിയിൽ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര BJPയും ഭാരതീയ ജനതാ പാർട്ടിയും ഇക്കാര്യത്തിൽ പ്രതികൂട്ടിലാണ്. പ്രതിഷേധം ശക്തമായതോടെ ആദ്യം 11:30 വരെയും പിന്നീട് 12 മണി വരെയും 2 പ്രാവശ്യം സഭ നിർത്തിവെച്ചു. 12 മണിക്ക് വീണ്ടും സമ്മേളിച്ചപ്പോൾ കോഴയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസും അഭിപ്രായപ്പെട്ടു. എന്നാൽ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാൻ സ്പീക്കറും ശ്രമിച്ചെങ്കിലും അവസാനം കോഴ ആരോപണത്തിൽ ആടിയുലഞ്ഞ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയിലുണ്ടായിരുന്ന പാർലമെന്ററി കാര്യമന്ത്രി അനന്ത്കുമാർ MP രാജേഷിനടുത്തെത്തി ആരോപണത്തെക്കുറിച്ച് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. പ്രതിപക്ഷ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇന്ന് സഭ പിരിഞ്ഞതെങ്കിലും വരും ദിവസങ്ങളിലും വിഷയം അവതരിപ്പിക്കാനാണ് ഇടതുപക്ഷ MPമാരുടെ തീരുമാനം. ഇവരോടൊപ്പം കേരളത്തിൽ നിന്നുള്ള മറ്റ് MPമാരും ചേരുന്നതോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കോഴ ആരോപണം നിറഞ്ഞു നിൽക്കും. ഡൽഹിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോളേജ് കോഴയിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. നാളെ ചേരുന്ന BJP കോർ കമ്മിറ്റി യോഗം കോഴ അഴിമതിയിലെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യും. അതേസമയം കോഴയിലെ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിനെ ചൊല്ലി BJPയിൽ കലഹം രൂക്ഷമായിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അറിയാതെ റിപ്പോർട്ട് ചോരില്ല എന്നാണ് മുരളീധര പക്ഷത്തിന്റെ വാദം. എന്നാൽ കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള തന്റെ രാജിസന്നദ്ധത നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചേക്കും. സ്വാശ്രയ മെഡിക്കൽ കോളേജ് കോഴ അഴിമതി സംബന്ധിച്ച BJP അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് BJP പാളയം കലഹകലുഷിതമായത്. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന് സമർപ്പിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിഡന്റ് അറിയാതെ ചോരില്ലെന്നാണ് BJP മുരളീധര പക്ഷത്തിന്റെ വാദം. ഇക്കാര്യം നേതാക്കൾ കുമ്മനവുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. റിപ്പോർട്ട് ചോർത്തി നൽകിയതിലൂടെ പാർട്ടിക്കാണ് നാണക്കേടും അപമതിപ്പും ഉണ്ടാക്കിയതെന്നും മുരളീധര പക്ഷം ആഞ്ഞടിക്കുന്നു. മെഡിക്കൽ കോഴ അഴിമതിയിൽ PK കൃഷ്ണദാസ് വിഭാഗം നേതാവ് MT രമേശിനെതിരെ നടപടി വേണമെന്നും മുരളീധരപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കുമ്മനത്തിന് നേരെ യുദ്ധം നടത്താനുള്ള തന്ത്രങ്ങളും മുരളീധരപക്ഷം അണിയറയിൽ മെനയുകയാണ്. ആക്രമത്തെ ചെറുക്കാൻ V മുരളീധരനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കാനായി കൃഷ്ണദാസ് പക്ഷവും കരുതിയിട്ടുണ്ട്. അതേസമയം മെഡിക്കൽ കോഴ അഴിമതി നാളെ ചേരുന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും. കോഴയിൽ ആരോപണ വിധേയനായ BJP സഹകരണ സെൽ കൺവീനർ R വിനോദിനെ പുറത്താക്കണമെന്ന് നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെടും. നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും പൊട്ടിത്തെറിയും കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. പാർട്ടി അന്വേഷണ റിപ്പോർട്ട് ചോർന്ന പശ്ചാത്തലത്തിൽ പുതിയൊരു അന്വേഷണ കമ്മീഷൻ എന്ന ആവശ്യവും യോഗത്തിൽ ഉയരും. റിപ്പോർട്ട് ചോർന്നതിൽ തന്നെ കുറ്റക്കാരനാക്കിക്കൊണ്ട് നേതാക്കൾ കോർ കമ്മിറ്റി യോഗത്തിൽ സംസാരിച്ചാൽ രാജിസന്നദ്ധത അറിയിക്കാനാണ് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ തീരുമാനം. ഇക്കാര്യം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെയും ധരിപ്പിച്ചിട്ടുണ്ട്. കോഴ അഴിമതിയിൽ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട്. വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്നാണ് RSS നേതൃത്വത്തിന്റെ നിലപാട്. കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം ശനിയാഴ്ച ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും. മെഡിക്കൽ കോഴ അഴിമതി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും കലഹത്തിനും പൊട്ടിത്തെറിക്കും വഴിവെക്കുമെന്നതിലും തർക്കമില്ല.
സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എല്ലാ കാലത്തും അഴിമതിയുടെ കൂത്തരങ്ങാണ് രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല. കോളേജിന് അംഗീകാരം നേടാനും സീറ്റുകൾ വർദ്ധിപ്പിച്ച് കിട്ടാനുമായി ദില്ലി കേന്ദ്രീകരിച്ച് ഒഴുകുന്നത് കോടികളാണ്. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളാണ് മെഡിക്കൽ കോളേജ് ഉടമകളെയും ദില്ലിയിലെ വൻ സ്രാവുകളെയും ബന്ധിപ്പിക്കുന്ന ഇടനിലക്കാർ. കേരളത്തിലെ BJP നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം സാധൂകരിക്കാൻ ഉതകുന്നതാണ് ഈ രംഗത്തെ അഴിമതിയുടെ ചരിത്രം. 2010 മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തലവനായിരുന്ന കേതൻ ദേശായിയെ 2 കോടി രൂപ കൈക്കൂലി കൈപ്പറ്റിയതിന് CBI അറസ്റ്റ് ചെയ്തു. പാട്യാലയിലെ ഗ്യാൻസാഗർ മെഡിക്കൽ കോളേജ് വൈസ് പ്രസിഡന്റിൽ നിന്നും കോളേജിന് അംഗീകാരം നൽകാനാണ് കോഴ വാങ്ങിയത്. ഇടപാടിൽ ഇടനിലക്കാരനായിരുന്ന കൻവർ സിംഗ് എന്നയാളെയും അന്ന് CBI പിടികൂടി. MCI മേധാവികളും ഇടനിലക്കാരും അതിനിടയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കാൻ കമ്മീഷനുകളും മാറി മാറി വന്നെങ്കിലും അഴിമതി മാത്രം മാറിയില്ല. ആരോഗ്യ കുടുംബക്ഷേമ കാര്യങ്ങൾ പരിശോധിക്കുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 92ാമത് റിപ്പോർട്ടിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ കോളേജ് അനുവദിക്കാനും സീറ്റുകൾ വർദ്ധിപ്പിക്കാനും അധികൃതർ വൻതുക കൈപ്പറ്റുന്നു എന്നായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ. NDA സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അഴിമതിയുടെ കേന്ദ്രമാണെന്ന് പ്രതികരിച്ചിരുന്നു. അഴിമതി ഇല്ലാതാക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെയും അഴിമതി കാരണമാണ് ഇതുവരെ മെഡിക്കൽ കോളേജ് തുടങ്ങാതിരുന്നതെന്ന സിംബിയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സ്ഥാപകൻ ഡോക്ടർ SB മജൂംദാറിന്റെ പ്രസ്താവന ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. വൻ സ്രാവുകളും ചെറുമീനുകളുമെല്ലാം ഉൾപ്പെടുന്ന വലിയ ശൃംഖലയാണ് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ ലോബി. അധികാരികൾ മാറി മാറി വന്നാലും അഴിമതിക്ക് മാത്രം ഒട്ടും കുറവില്ല. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. കോവളം MLA M. വിൻസെന്റിനെതിരെ ബലാത്സംഗ കുറ്റത്തിന് പോലീസ് കേസെടുത്തു. MLAയുടെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. കോവളം MLAയും കോൺഗ്രസ് നേതാവുമായ M. വിൻസെന്റ് MLAക്കെതിരെ ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മ അന്വേഷണ ഉദ്യോഗസ്ഥയായ അജിത ബീഗത്തിന് മൊഴി നൽകിയിരുന്നു. തന്നെ വിൻസെന്റ് MLA ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു വീട്ടമ്മയുടെ മൊഴി. ഫോണിലൂടെയും നേരിട്ടും നിരന്തരം MLA ശല്യം ചെയ്തതായും വീട്ടമ്മ അന്വേഷണ ഉദ്യോഗസ്ഥയോട് പറഞ്ഞിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് MLAക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മയെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. M. വിൻസെന്റിനെതിരെ വീട്ടമ്മയുടെ ഭർത്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം പോലീസ് നേരത്തെ ചുമത്തിയിരുന്നു. ബലാത്സംഗ കേസിൽ ഇതോടെ MLA അറസ്റ്റിലാകും. അതേസമയം കേസെടുത്ത സാഹചര്യത്തിൽ MLA മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോവളം MLA M. വിൻസെന്റ് ഉൾപ്പെട്ട കേസ് ഒതുക്കി തീർക്കാൻ MLAയുടെ തന്നെ ശ്രമം. M. വിൻസെന്റ് MLA ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മയുടെ സഹോദരനുമായി സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നിരിക്കുന്നത്. കുടുംബ പ്രശ്നം എന്ന് വീട്ടമ്മ മൊഴി നൽകണമെന്നും പ്രശ്നം സോൾവ് ചെയ്യണമെന്നും MLA ആവശ്യപ്പെട്ടു. അതേസമയം തനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി കോവളം MLA M. വിൻസെന്റ് ആണ് എന്ന് വീട്ടമ്മ സഹോദരനോട് ഫോണിൽ പറഞ്ഞു. ഈ ശബ്ദരേഖയും പുറത്തായിട്ടുണ്ട്. കോവളം MLA വിൻസെന്റിന്റെ പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കാൻ ശ്രമിച്ച വീട്ടമ്മയുടെ ഭർത്താവാണ് MLAക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കഴിയുന്ന ദിവസം M. വിൻസെന്റ് MLA വീട്ടമ്മയുടെ സഹോദരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ഫോൺ സംഭാഷണത്തിലാണ് കേസ് ഒതുക്കി തീർക്കണമെന്നും വിഷയം സോൾവ് ചെയ്യണമെന്നും MLA വീട്ടമ്മയുടെ സഹോദരനോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് ജീവിക്കേണ്ടേ, കുടുംബ പ്രശ്നമാണെന്ന് മൊഴി നൽകണമെന്നും M. വിൻസെന്റ് ഫോണിൽ പറയുന്നു. നമ്മളിപ്പോ ഇങ്ങനൊരു വിഷയമില്ല, വേറെ കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ജീവിക്കാൻ വേണ്ടിയുള്ള പറയാം. അതേസമയം വിൻസെന്റുമായുള്ള പ്രശ്നം വീട്ടമ്മ ആത്മഹത്യാശ്രമത്തിന് മുൻപ് തന്നെ സഹോദരനോട് ഫോണിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി വിൻസെന്റ് ആണെന്നും വീട്ടമ്മ പറഞ്ഞിരിക്കുന്നു. എന്നെ അവൻ ചതിച്ചാൻ അവൻ ചതിച്ചാൻ, അപ്പൊ അത് നീ മാത്രം അറിഞ്ഞിരിക്കാം, വേറെ ആരുടെ ഞാൻ ഇത് ചൊല്ലിയിട്ടില്ല. അവൻ ചതിയനാണ്, ഭയങ്കര ചതിയാണ്. ചിത്രകാരൻ ഞാൻ വിചാരിച്ച MLA സ്ഥാനം തറയില്ല. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ നഴ്സുമാരുടെ കുറഞ്ഞ വേതനം 20,000 രൂപയാക്കി നിശ്ചയിച്ചു. 50-ന് മുകളിൽ കിടക്കകളുള്ള ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം നിശ്ചയിക്കാൻ സെക്രട്ടറി തല സമിതിയെ നിയോഗിച്ചു. ട്രെയിനി നഴ്സുമാരുടെ സ്റ്റൈഫൻ, ട്രെയിനിംഗ് പീരീഡ് എന്നിവയും സമിതി പരിശോധിക്കും. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്.
മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ നഴ്സുമാരുടെ ആവശ്യത്തിനു മുന്നിൽ മാനേജ്മെന്റുകൾ മുട്ടുമടക്കി. 50 കിടക്കകൾ വരെയുള്ള സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം 20,000 രൂപയാക്കിയാണ് നിശ്ചയിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 50 കിടക്കകൾ വരെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ശമ്പളം 20,000 രൂപയായിട്ടാണ് ആ കമ്മിറ്റി നിർദ്ദേശിച്ചത്. 50 കിടക്കകളിൽ കൂടുതലുള്ള ആശുപത്രികളിൽ ശമ്പളം എത്രയാണെന്ന് നിർണ്ണയിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു സമിതിയെ നിയോഗിക്കുമെന്നാണ് കണ്ടത്. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. ആരോഗ്യ തൊഴിൽ നിയമ സെക്രട്ടറിമാരും ലേബർ കമ്മീഷണറും ഉൾപ്പെടുന്നതാണ് സമിതി. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതന കമ്മിറ്റിയാകും അന്തിമ തീരുമാനമെടുക്കുക. ട്രെയിനി നഴ്സുമാരുടെ സ്റ്റൈപ്പൻഡ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അതും ട്രെയിനിംഗ് പീരീഡ് സംബന്ധിച്ച കാര്യവും സെക്രട്ടറിതല സമിതി തന്നെ പരിശോധിക്കും. സർക്കാർ തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തരാണെന്നും സമരം അവസാനിപ്പിച്ചതായും നഴ്സിംഗ് സംഘടനകൾ പ്രതികരിച്ചു. സന്തോഷകരമായ വാർത്ത, ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം തന്നെയാണ് ഇപ്പോൾ നടപ്പിലായിട്ടുള്ളത്. കാരണം 50 സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. ആ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിയത്. ഇത് നഴ്സിംഗ് സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. സമരം ചെയ്ത നഴ്സുമാർക്ക് നേരെ പ്രതികാര നടപടി സ്വീകരിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചു. സമരം അവസാനിപ്പിക്കാനായി VS അച്യുതാനന്ദനും നഴ്സുമാരുടെ സമരപന്തലിലെത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.